ഹലോ ഫ്രണ്ട്സ്. ഒരു പക്ഷെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഇനി ഇത് ക്രിസ്മസ് ആണോ അതോ ഈസ്റ്ററിൻ്റെ സമയമാണോ? ബാക്കിലെ ക്രിസ്മസ് ട്രീ കണ്ടിട്ടാണോ? നമ്മൾ നാട്ടിലിരിക്കുന്ന സമയത്ത് ക്രിസ്മസിന് ഇടുന്ന ട്രീ അല്ല സ്റ്റാർ, ക്രിസ്മസിന് ഇടുന്ന സ്റ്റാർ അടുത്ത ഡിസംബർ 1 ആയിരിക്കും ചിലപ്പോൾ നമ്മൾ മാറ്റുന്നത്. സെയിം സിറ്റുവേഷൻ തന്നെ. മടി എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ എൻ്റെ റൂമിന് കിട്ടിയ കുഞ്ഞൊരു എസ്തെറ്റിക് സെൻസ് എനിക്കായിട്ട് കളയാൻ ഒട്ടും ആഗ്രഹമില്ല. അപ്പോൾ ലാസ്റ്റ് വീക്ക് ഹോളി വീക്കായിരുന്നു, ആൻഡ് ഈവൻ അത് കഴിഞ്ഞ് നമുക്ക് ഈസ്റ്റർ ആയിരുന്നു. അപ്പോൾ കുറേ പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറേ പരിപാടികൾ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിതെല്ലാം ആഘോഷിച്ചിരുന്നു. പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ആൻഡ് ഈവൻ ഈസ്റ്റർ ആണെങ്കിലും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തു, പള്ളിയിലൊക്കെ പോയി. നാട്ടിലല്ലാതെ, അതിപ്പോൾ കേരളത്തിലൊട്ടും തന്നെ അല്ലാതെ ഈവൻ അന്യരാജ്യത്തോ അന്യ സംസ്ഥാനത്തോ എവിടെ വേണമെങ്കിലും ആയിരുന്നവർക്ക് ഒരു പക്ഷേ ഈ വീഡിയോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി തരാൻ അമ്മയോ ആരും തന്നെ ഇല്ല നമ്മുടെ കൂടെ. നമ്മൾ തന്നെ എല്ലാം ഉണ്ടാക്കണം, നമ്മൾ തന്നെ സാധനങ്ങളെല്ലാം വാങ്ങണം. അപ്പോൾ എനിക്ക് കൈൻഡ് ഓഫ് ഒരു റിയലൈസേഷൻ്റെ ഒരു വീഡിയോയും കൂടി ആയിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ഡേയ്സ് ആയിരുന്നു. എൻ്റെ 1, 2, 3 ഓ മൈ ഗോഡ് 3 വർഷമായി ഞാൻ കാനഡയിൽ എത്തിയിട്ട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ 3ാമത്തെ ഈസ്റ്ററാണ് കാനഡയിലത്തെ. ആദ്യത്തെ 2 ഈസ്റ്ററിനും വേറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ഇത്തവണ ഓൾമോസ്റ്റ് ഞാൻ ഈവൻ ടീച്ചറിൻ്റെ അടുത്തും പോയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ക്രിസ്മസിന് ഈസ്റ്ററോടെ ആയിരുന്നുകൊണ്ട് ചേച്ചി പ്രിപ്പയർ ചെയ്ത് തരുന്ന എല്ലാ ഫുഡും, ചേച്ചിയും ചേട്ടനും പ്രിപ്പയർ ചെയ്ത് തരുന്ന എല്ലാ ഫുഡും കഴിക്കുക എന്നുള്ളൊരു പണി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തവണ എല്ലാം വാങ്ങണം, എല്ലാം ഉണ്ടാക്കണം, എല്ലാം ഞാൻ തന്നെ ചെയ്യണം, ആൻഡ് ഫ്രണ്ട്സിനോട് ആഘോഷിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇനി വരുന്ന 2 to 3 വീഡിയോസ്. ഇതെല്ലാം കമ്പൈൻഡ് ആയിരിക്കും. അപ്പം നമുക്ക് എങ്ങനെയായിരുന്നു സാധനങ്ങൾ വാങ്ങിയതും പെസഹയ്ക്കും ദുഃഖവെള്ളിക്കൊക്കെ പള്ളിയിൽ പോയതും പ്രിപ്പറേഷൻസ് ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ സാധനം വാങ്ങിക്കാൻ വന്നു. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി അടുത്തടുത്തുള്ള കടകളിലേക്ക് വരുമ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻറ്റേജ്, ഒരു വെടിക്ക് ചിലപ്പോൾ 2, 3 പക്ഷിനൊക്കെ നമുക്ക് കിട്ടും. പണ്ട് ഈസ്റ്ററിൻ്റെ സമയത്ത് ബുധനാഴ്ചയൊക്കെ തൊട്ട് ചിലപ്പോൾ അപ്പൻ ചിക്കനോ മീനൊക്കെ വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്തൊന്നും ഞാൻ ഇതിൻ്റെ ഒരു സാഡ് റിയാലിറ്റി അറിഞ്ഞിട്ട് പോലുമില്ല. ഓരോ സാധനങ്ങളായിട്ട് അപ്പൻ ഇങ്ങനെ വാങ്ങിച്ചു വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇവൻ ചോദിച്ചിട്ട് പോലും ഉണ്ട്, എന്തിനാ ഇത്ര നേരത്തെ വാങ്ങുന്നത്. ചിലപ്പോൾ ഫിഷൊക്കെ ഫ്രീസറിൽ വെക്കുമായിരിക്കും. അപ്പോഴാണ് മനസ്സിലാവുന്നത് ലാസ്റ്റ് മൊമെൻറ്റിൽ, അതായത് സാറ്റർഡേ ഒക്കെ പോയി വാങ്ങാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല സാധനങ്ങൾ കിട്ടില്ല, ആൻഡ് അത് തീർന്നു പോവും. പക്ഷെ സാധനങ്ങൾ നേരത്തെ വാങ്ങിച്ചു തുടങ്ങിയപ്പോൾ ഈവൻ എനിക്ക് തന്നെ തോന്നി തുടങ്ങി, ഇനി എനിക്കെങ്ങാനും തന്ത വൈബായതാണോ അതോ ഇനി എന്നെ മെച്യൂരിറ്റി ഹിറ്റ് ചെയ്തതാണോ. പക്ഷെ എന്നെ സംബന്ധിച്ച് നല്ല സാധനങ്ങൾ കിട്ടുക എന്നതിലുപരി ശനിയാഴ്ച ജോലി ഉള്ളത് കൊണ്ടും ലാസ്റ്റ് 2 ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഈസ്റ്ററിൻ്റെ ദിവസം പ്രത്യേകിച്ച് ഫുഡൊന്നും പ്രിപ്പയർ ചെയ്യാൻ എനിക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ ഈ ഫുൾ ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഇനി വെനസ്ഡേ ഒക്കെ തൊട്ട് സാധനങ്ങൾ പയ്യെ വാങ്ങാം, എന്നിട്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് ഉണ്ടാക്കി തുടങ്ങാം എന്നൊക്കെ വെക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ കലാരൂപം ഞാൻ തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ഞാൻ നോർമലി ഏതെങ്കിലും ഒരു കടയിൽ പോകും, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മൊത്തം അവിടെ നിന്ന് വാങ്ങിക്കും. അപ്പോൾ എന്തായാലും പണിക്കും അത് എളുപ്പമാണ്. പക്ഷേ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം കുറച്ച് കൂടുതൽ ആവശ്യമുള്ള ഒരു സാഹചര്യം വന്നപ്പോഴായിരുന്നു ഏതൊക്കെ കടയിൽ ലിസ്റ്റ് ഇട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണ്ട എന്നുള്ളൊരു ഓർഡറിലൊക്കെ എത്തിയത്. ആക്ച്വലി ഇതിൽ ഏറ്റവും അടിപൊളി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഫസ്റ്റത്തെ 2 ഈസ്റ്ററിനെ കമ്പയർ ചെയ്ത് ഇത്തവണത്തെ ഈസ്റ്റർ എൻ്റെ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ നോർമലി നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും ഐറ്റംസ് എല്ലാം വാങ്ങാൻ പോവുക. അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഹോൾ ഈസ്റ്ററിന് വേണ്ട സാധനങ്ങൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കടകളും കയറി ഇറങ്ങി കറക്റ്റ് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങി വീട്ടിലൊക്കെ എത്തുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രൗഡ് മൊമെൻറ്റും കൂടിയായിരുന്നു. കാരണം അപ്പൻ വാങ്ങി വരുന്ന സാധനങ്ങൾ അമ്മ ഉണ്ടാക്കി വളരെ ചെറിയ തോതിൽ മാത്രം ഞാനും ചേച്ചിയും സഹായിച്ച് ഈസ്റ്റർ ഡേ കഴിക്കുക എന്നതിനേക്കാൾ ഒരു വലിയ സംഭവം. ഇതിപ്പോൾ ഞാൻ മാത്രമല്ല, വീട്ടിൽ നിന്നും മാറി നിന്ന് ഈസ്റ്റർ, വിഷു മുതലായ ആഘോഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ സിറ്റുവേഷനാണിത്. പണ്ട് വീട്ടിലായിരിക്കുന്ന സമയത്ത് അമ്മ ആകെക്കൂടെ എന്നോടും ചേച്ചിയോടും പറയുന്ന മെയിൻ സംഭവങ്ങൾ, സബോള ഒന്ന് നന്നാക്കി നുറുക്കി തരണം, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കി തരണം. അപ്പോൾ ചേച്ചിയുടെ കൈക്ക് ഈ ഇഞ്ചിയൊക്കെ നന്നാക്കി തുടങ്ങി കഴിഞ്ഞാൽ അവളുടെ കൈമിലെ തൊലിയൊക്കെ പോകും. ആ ഒരൊറ്റ റീസൺ ഉള്ളത് കൊണ്ട് ആ പണിയൊക്കെ എനിക്ക് കിട്ടും. പിന്നെ മേ ബി അമ്മ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നത് ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാനായിരിക്കും. ഞാൻ മാക്സിമം ഒരു ചിക്കൻ കഴുകാൻ എടുക്കുന്ന സമയം 1-1.5 മണിക്കൂറാണ്. അപ്പോഴേക്കും അമ്മയുടെ ബാക്കി എല്ലാ കറികളും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആൻഡ് ഈവൻ ബൈ ദി എൻഡ് ഓഫ് ദ ഡേ നമ്മളതൊരു അടിയിലായിരിക്കും വന്ന് കലാശിക്കുന്നത്. ആ പഴയ കാലഘട്ടം എന്ത് അടിപൊളിയാണെന്ന് നിർവൃതി അണഞ്ഞിരിക്കുന്ന ഞാൻ ഇവിടെ പോർക്ക് ഉണ്ടാക്കുന്നു, പിന്നെ ചിക്കൻ നന്നാക്കുന്നു, മീൻ കറി വെക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ അമ്മ അവിടെ അങ്ങ് തൃശ്ശൂരിൽ വീട്ടിലിരുന്ന് ഓരോ പ്രാവശ്യം വീഡിയോ കോൾ വിളിക്കുന്ന സമയത്താണെങ്കിലും ഞാനിവിടെ തിരക്കിലാണ്. അമ്മ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് എനിക്കിവിടെ ഓരോ കറികൾ ഉണ്ടാക്കണം, ഇങ്ങനെ ഒറ്റയ്ക്കാണ് പക്ഷെ എല്ലാ കറികളും ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൽ നിന്നും ഞാൻ ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ കാര്യം
ഇതെല്ലാം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തത്തില്ല. ഇവിടെ അമ്മ ഒരു ചെറിയ സഹായം ചോദിക്കുമ്പോൾ പോലും ദേഷ്യം വന്നിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. കാരണം എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ തൽക്കാലത്തേക്ക് നമ്മൾ ഫുഡിൻ്റെ പരിപാടികളൊക്കെ ഒന്ന് സൈഡാക്കി. കാരണം പെസഹ വ്യാഴത്തിൻ്റെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പള്ളിയിൽ പോകണം. എന്താണെന്നറിയില്ല, കാനഡയിൽ വന്നതിന് ശേഷം മലയാളികൾ വരുന്ന ഒരു സംഭവം, അതിപ്പോൾ കുർബാന ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് പരിപാടി വേണമെങ്കിലും ആയിക്കോട്ടെ, അണിഞ്ഞൊരുങ്ങി നമ്മുടെ കേരള തനിമയിൽ അല്ലെങ്കിൽ മലയാളി തനിമയിൽ പോവുക എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇമോഷൻ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് എപ്പോഴും നടക്കുന്നൊരു പ്രതിഭാസമൊന്നുമല്ല. കാരണം ഇവിടെ ഓൾമോസ്റ്റ് 6 months വിൻ്റർ ആയതുകൊണ്ടും നമുക്ക് ഇത്തരം സാധനങ്ങളൊന്നും ധരിക്കാൻ പറ്റാത്തത് കൊണ്ടും സ്പ്രിങ് അല്ലെങ്കിൽ സമ്മർ ആവുന്ന സമയത്ത് മാത്രമേ എന്തായാലും നമുക്ക് ഇതൊക്കെ ഇടാനുള്ള ഒരു അവസരം കിട്ടുള്ളൂ. ആൻഡ് ആ സമയത്ത് കനേഡിയൻസ് നമ്മൾ നോക്കുന്നൊരു നോട്ടമുണ്ട്. വിനീത് ശ്രീനിവാസൻ പറഞ്ഞ പോലെ എൻ്റെ സാറി ചുറ്റുള്ളതൊന്നും കാണൂല. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് പള്ളി എത്തി. ഇനി പെസഹയുടെ ചടങ്ങുകളാണ്. ടു ബി ഹോണസ്റ്റ്, ഈ ഒരു സമയത്താണ് നാട് വീടിൻ്റെ ഒക്കെ ന്യൂസ്റ്റ് പിടിക്കുന്നത്. കാരണം അതിരാവിലെ എണീറ്റ് പള്ളിയിൽ പെസഹയുടെ ഒക്കെ ദിവസങ്ങളിൽ വളരെ നേരത്തെ ആയിരിക്കും കുർബാന. അപ്പോൾ അതിന് പോകുന്നതും പിന്നെ നമ്മുടെ പള്ളിയിലെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ കാണും, ഒത്തിരി സംസാരിക്കും, വീട്ടുകാരുടെ കൂടെ ആയിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ദ ഹോൾ ലൈഫ് എവറിത്തിങ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് പെസഹ അപ്പവും പാലും ഇതൊക്കെ നമുക്ക് കാനഡയിലാണെങ്കിലും എല്ലാം കിട്ടിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് കുർബാനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ പറയുന്നത്, ഇവിടെ അടുത്തുള്ളൊരു പള്ളിയിൽ ഒരു അഡോറേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥന അഥവാ ആരാധന എന്നൊക്കെ പറയും, നടക്കുന്നുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയാലോ. ലാറ്റിൻ കുർബാനക്രമം ഫോളോ ചെയ്യുന്ന ഒരു സാധാരണ പള്ളി. പക്ഷെ എന്നെ ഏറ്റവും ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ച കാര്യം, ഞാൻ ഇതുവരെ കേൾക്കുക പോലും ചെയ്യാത്ത ഒരു കസ്റ്റമാണ് അവരവിടെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നത്. ഈശോയുടെ കുരിശുമരണത്തിനെ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന തരത്തിൽ 14 മെഴുകുതിരികൾ കത്തിച്ച് വെച്ച് ഓരോ പ്രാവശ്യവും പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഓരോ മെഴുകുതിരിയായിട്ട് അവരത് കെടുത്തും. ഈ വീഡിയോ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. സ്റ്റാർട്ടിങ്ങിൽ 14 മെഴുകുതിരി കത്തിച്ചു വെച്ചിരുന്നു. ഇൻ ബിറ്റ്വീൻ ഓരോ മെഴുകുതിരിയായിട്ട് അത് കെടുത്തി. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദ ഹോൾ തിങ് ഓൾട്ടർ ബോയ്സ് ആ 14 മെഴുകുതിരികളും കെടുത്തിയിരുന്നു. അപ്പോൾ പരിപാടികളെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ബാക്കി സെറ്റ് ഓഫ് ഫുഡ് പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങി. ഈ അടുത്ത കാലം വരെ ഞാനും മീനുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല, എക്സെപ്റ്റ് അത് കഴിക്കുന്നത് ഒഴിച്ചാൽ. കാരണം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മീൻകറിയാണ്, എസ്പെഷ്യലി തൃശ്ശൂർ ഭാഗത്ത് വയ്ക്കുന്ന മീൻകറി തന്നെ. നാളികേരമൊക്കെ പിഴിഞ്ഞ് തേങ്ങാപ്പാലൊക്കെ വെച്ച് മാങ്ങയൊക്കെ ഇട്ട് വയ്ക്കുന്ന മീൻകറി. പക്ഷെ കാനഡയിൽ വന്ന് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തതും ഈ സെയിം മീൻകറി തന്നെയാണ്. കൂടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ഫ്രണ്ട്സും തൃശ്ശൂരിന് താഴേക്കുള്ള ജില്ല ആയതുകൊണ്ട് അതൊരു റീസൺ. പിന്നെ ഇവർക്കെല്ലാം മുളകിട്ട മീൻകറിയോടുള്ള അഗാധമായ പ്രണയം കൊണ്ടും എനിക്കിഷ്ടപ്പെട്ട മീൻകറി കിട്ടാനുള്ള ചാൻസസും ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ഇത്തവണ ഞാനൊരു ദൃഢനിശ്ചയം എന്ന പോലെ എടുത്തിരുന്നു, എനിക്ക് എന്തായാലും ഇത് വെക്കണം. പിന്നീട് അങ്ങോട്ട് അമ്മേനെ വിളിക്കുന്നു, ചോദിക്കുന്നു, എങ്ങനെ വെക്കുന്നു, അതിനാവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നു, അതൊക്കെയായിരുന്നു പണി. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മീൻ നന്നാക്കുക, മീൻ കട്ട് ചെയ്യുക, ഇതൊന്നും പണ്ടും എൻ്റെ വിഭാഗത്തിൽ വരുന്ന കാര്യമല്ല. ഞാൻ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2020 സെപ്റ്റംബർ 30 അല്ലെങ്കിൽ ഒക്ടോബർ 1 ഞാൻ ആദ്യമായിട്ട് മീൻ നന്നാക്കുന്നതും ഒരു മീൻ കറി വയ്ക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഒരു മീൻ കറി വെച്ചതിൻ്റെ ദിവസമൊക്കെ ഇത്ര ഓർത്തിരിക്കാൻ ഇതിന് മാത്രം എന്താ സ്പെഷ്യാലിറ്റി എന്ന്. റീസൺ ഉണ്ട്. എൻ്റെ ചേച്ചിക്ക് വാവ ഉണ്ടാകുന്നത് സെപ്റ്റംബർ 29 ആൻഡ് അത് കൊറോണ സമയമായിരുന്നു. സോ അവളൊരു കോവിഡ് ബേബി ആയിരുന്നതുകൊണ്ടും ഡോക്ടേഴ്സ് അധികം നാളൊന്നും ഹോസ്പിറ്റലിലേക്ക് എടുത്തണം എന്നൊന്നും പറഞ്ഞിരുന്നില്ല, ഈവൺ ആഫ്റ്റർ ഡെലിവറി. അപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ ഇവർ വീട്ടിലെത്തി. വീട്ടിലാണെങ്കിൽ ഒന്നുമില്ല, ഫുഡൊന്നുമില്ല. അമ്മ ആകെ പറഞ്ഞത് മീൻ കറി വെച്ചാൽ നിങ്ങൾക്ക് കഴിക്കാം. ബിക്കോസ് അമ്മയും ചേച്ചിയായിരുന്നു മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഹോസ്പിറ്റലിൽ. എനിക്ക് മറ്റൊരു മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ട് ആ ഉദ്യമം ഞാൻ അങ്ങനെ ഏറ്റെടുക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈവൻ ആഫ്റ്റർ 3 to 4 years ഒക്കെ കഴിഞ്ഞ് ഞാൻ കാനഡയിൽ വന്നിട്ടാണ് പിന്നീട് ഞാൻ മീൻകറി വെക്കുന്നത്. പക്ഷെ കുക്കിംഗ് അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു, ആദ്യത്തെ പ്രാവശ്യം കാനഡയ്ക്ക് വരുന്ന സമയത്ത് കൊണ്ടുവന്ന പാത്രങ്ങളെല്ലാം ഒന്നെങ്കിൽ ഭയങ്കര ചെറുതായിരിക്കും, അല്ലെങ്കിൽ നമ്പർ ഓഫ് പാത്രങ്ങൾ ഭയങ്കര കുറവായിരിക്കും. കാരണം ആ സമയത്ത് നമ്മൾ അറിയില്ല നമ്മൾ ഇത്ര നന്നായിട്ട് കുക്ക് ചെയ്യും, അല്ലെങ്കിൽ കുക്കിംഗ് പഠിക്കും, ഈവൻ കുക്കിംഗ് എൻജോയ് ചെയ്യുന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് കൂടുതൽ കറി വയ്ക്കണമെന്ന് തോന്നുമ്പോൾ പാത്രങ്ങൾ ചെറുതാവുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫുൾ പ്രാർത്ഥന ഈ മീൻകറി പുറത്തു പോകേണ്ട കാത്തോളിനെന്ന് മാത്രമായിരുന്നു. ആൻഡ് ആസ് യൂഷ്വൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അതിഗംഭീരമായി എൻ്റെ മീൻകറി പൂർത്തിയാക്കി. ആക്ച്വലി കറികൾ 2 ദിവസം മുൻപ് വെക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിനെന്തെങ്കിലും ഇഷ്യൂ വരുമെന്നൊക്കെ. പക്ഷേ മീൻകറിയുടെ കാര്യത്തിൽ മാത്രമാണ് എനിക്കൊരു സംശയം ഇല്ലാതിരുന്നത്. കാരണം അതിൽ കൂടുതൽ ദിവസം വരുന്നു കഴിഞ്ഞാൽ മീൻകറി എന്തായാലും ടേസ്റ്റ് ആവുള്ളൂ. അങ്ങനെ നമ്മുടെ അവസാനത്തെ ആളെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പണ്ട് ഞാൻ ഒരു 1.5 മണിക്കൂറൊക്കെ എടുത്ത് ക്ലീനൊക്കെ ചെയ്തിരുന്ന ചിക്കൻ.
ദോഷം പറയരുതല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ വളരെ സ്പീഡിൽ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പഠിച്ചു. പിന്നെ നമ്മുടെ ചിക്കൻ വറക്കലും പൊരിക്കലും ഒക്കെ ആയിട്ട് ഏകദേശം നമ്മുടെ ഹോൾ ഫുഡ് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ കാലത്ത് വീണ്ടും പള്ളിയിൽ പോവാണ്. നമുക്ക് ദുഃഖവെള്ളിയുടെ കുർബാനയും പ്രാർത്ഥനയും എല്ലാം അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. ഈശോ മരിച്ച ദിവസം ആയതുകൊണ്ട് തന്നെ അതിനനുസ്മരിക്കുന്ന രീതിയിൽ നമ്മൾ അന്നത്തെ ദിവസം ഉപവസിക്കുകയും ഒരു നേരമായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ പള്ളിയിൽ നിന്ന് നമുക്ക് കയ്പ് നീര് കിട്ടും. ഞങ്ങളുടെ പള്ളിയിലൊന്നും പണ്ട് കഞ്ഞിയൊന്നും കിട്ടില്ലായിരുന്നു. ഞാൻ വൺസ് കാനഡയിൽ വന്ന് തുടങ്ങിയ സമയം തൊട്ടിട്ടാണ് എനിക്കിവിടെ കഞ്ഞിയൊക്കെ കിട്ടി തുടങ്ങിയത്. ആ കഞ്ഞിയും പയറ് അച്ചാറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അതിന്റെ ടേസ്റ്റ്. അപ്പം ഇതൊക്കെയായിരുന്നു വിശുദ്ധ വാരത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ. പെസഹ, ദുഃഖവെള്ളിയാഴ്ച എല്ലാം അനുസ്മരിക്കുന്നു. ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങുന്നു. അപ്പോൾ ഹോളി വീക്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഈസ്റ്റർ പ്രിപ്പറേഷൻസും ഇതെല്ലാം ഞാൻ കാണിച്ചു തന്നു. ബട്ട് കൂടുതൽ വിശേഷങ്ങൾ വരും വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം. ഹോപ്പ് യു ഗൈസ് എൻജോയ്. ബൈ.